നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ പ്രീ പ്രൈമറി ടീച്ചറിൻ്റെ 27ാമത്തെ ക്ലാസ്സാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്നും പറയാറുള്ള പോലെ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ കൂട്ടുകാർ കണ്ടിട്ടില്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ എല്ലാ ക്ലാസ്സുകളും അവൈലബിൾ ആണ്. കൂട്ടുകാർ കണ്ടു നോക്കുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ സയൻസിനെ കുറിച്ചിട്ടാണ്, സയൻസിൽ വരുന്ന ടോപ്പിക്കുകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരോട് ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞ് തോറ്റു ലൈക്ക് ചെയ്യണമെന്നൊക്കെ. അപ്പോൾ അത് കൂട്ടുകാരെ ഇഷ്ടം, ഇനി ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാനിങ്ങനെ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടുകാരുടെ ആ കമൻസും അതുപോലെ തന്നെ ആ ലൈക്കൊക്കെ കാണുമ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും ക്ലാസ്സുകൾ ഇടാനായിട്ടൊരു താല്പര്യവും പ്രചോദനവുമാണ് കൂട്ടുകാരുടെ ലൈക്കും കമൻസൊക്കെ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, കൂട്ടുകാർക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു കമൻറ്റ് ബോക്സിൽ ഒരു കുഞ്ഞ് എന്തെങ്കിലും ഒരു ഇഷ്ടംപോലെ ഇമോജിസ് ഉണ്ടല്ലോ, ഏതെങ്കിലും ഒരു ഇമോജി ഇട്ട് തരാം കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് വീണ്ടും ഇത് ഉപകാരപ്പെടുന്നുണ്ടല്ലോ, അതുകൊണ്ട് തീർച്ചയായിട്ടും ക്ലാസ് എടുക്കാം എന്നൊരു തോന്നൽ എനിക്കും കൂടി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂട്ടുകാരോട് ഇങ്ങനെ പറയുന്നത് കേട്ടോ. ഇതിപ്പം ഒരുപാട് ആൾക്കാർ ഫീസൊക്കെ വാങ്ങിച്ച് പഠിക്കുന്നവരുണ്ടാവും, നമ്മളിത് ഫ്രീ ആയിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂട്ടുകാരുടെ ഒരു ലൈക്ക് ഞാൻ വീണ്ടും പറയാണ്. ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കേട്ടോ. ഇതിങ്ങനെ പറയുന്നത് തന്നെ എനിക്ക് എന്തോ പോലെ തോന്നുന്നു. നമുക്ക് ഒരു മോട്ടിവേഷൻ, നമ്മൾ ടീച്ചേഴ്സാണല്ലോ, അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? മോട്ടിവേഷൻ അനിവാര്യമാണല്ലേ. അപ്പോൾ കൂട്ടുകാർ എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറേ ധാരാളം ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യാനായിട്ടൊരു പ്രചോദനം എനിക്കും കിട്ടും. നമ്മൾ പിന്നെ എന്തിനാണ് പഠിക്കുന്നത്? നമ്മളെപ്പോഴും പറയാറില്ലേ, മോട്ടിവേഷൻ കൊടുക്കണം, റീൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണം എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ അതുപോലെ എനിക്കും ഒരു മോട്ടിവേഷൻ, ഒരു റീൻഫോഴ്സ്മെൻറ്റ് തരാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ 2 ചോദ്യങ്ങൾ പറഞ്ഞിരുന്നു. പ്രസ്താവന ശരിയായത് ഏതാണെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ആൻസർ ഏതായിരുന്നു? ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. എല്ലാ സൂക്ഷ്മജീവികളും രോഗകാരികളല്ല. വ്യക്തി ശുചിത്വം പാലിച്ചാൽ എല്ലാ രോഗങ്ങളും അകറ്റി നിർത്താം. ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈ ഡേ ആചരിച്ചാൽ കൊതുകുജന്യ രോഗങ്ങളെ ഒരു പരിധിവരെ തടയാം. വാക്സിനുകളെല്ലാം കുത്തിവയ്പ്പിലൂടെ നൽകുന്നവയാണ്. ഈ 4 പ്രസ്താവനകളിൽ ശരിയായത് ഏതായിരുന്നു? എയും സിയുമായിരുന്നു. ഒന്നാമത്തെ പ്രസ്താവന ഏതായിരുന്നു? എല്ലാ സൂക്ഷ്മജീവികളും രോഗകാരികളല്ല. നമുക്കറിയാമല്ലേ, എല്ലാ സൂക്ഷ്മജീവികളും രോഗങ്ങൾ പരത്തുന്നതല്ല. ഉപദ്രവകാരികളായ സൂക്ഷ്മജീവികളാണ് നമുക്ക് രോഗങ്ങൾ പരത്തുന്നത്. സൂക്ഷ്മജീവികൾ നമുക്ക് ഒരുപാട് പ്രയോജനങ്ങളും തരുന്നുണ്ട് അല്ലേ. പിന്നെ ഏതാണ് മൂന്നാമത്തെ? ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈ ഡേ ആചരിച്ചാൽ കൊതുകുജന്യ രോഗങ്ങളെ ഒരു പരിധിവരെ തടയാനായിട്ട് സാധിക്കും. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഇനി അടുത്തത് ഏതായിരുന്നു? ഒന്നാമത്തെ ജോഡിയിലെ ഘടകങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടാമത്തെ ജോഡിയിൽ വിട്ടുപോയ ഘടകം കണ്ടുപിടിക്കാനായിരുന്നു. മന്ത് ആരാണ് പരത്തുന്നത്? മന്ത് കൊതുകാണല്ലേ. അങ്ങനെയാണെങ്കിൽ ചിക്കൻ ബോക്സ് എങ്ങനെയാണ് പകരുന്നത്? വായുവിലൂടെയാണ്. മന്ത് കൊതുക് മുഖേനയാണെങ്കിൽ ചിക്കൻ ബോക്സ് എങ്ങനെയാണ് പകരുന്നത്? വായു മുഖേന. എലിപ്പനി പരത്തുന്നത് ആരാണ്? എലിയിൽ നിന്നാണ് നമുക്ക് എലിപ്പനി വരുന്നത്. അങ്ങനെയാണ് കോളറ വരുന്നത് ആരാണ്? ഈച്ച മുഖാന്തരമാണ്. അടുത്ത ജലദോഷം, വായു മുഖാന്തരമാണ് ജലദോഷം നമുക്ക് പകരുന്നത്. ചെങ്കണ്ണാണെങ്കിലോ സമ്പർക്കത്തിലൂടെ പകരുന്നു. ഓക്കെ, അപ്പോൾ ആൻസറുകളെല്ലാം കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ആഹാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ആഹാരം ആരോഗ്യത്തിന്. അപ്പോൾ എന്താണ് ആഹാരം, അല്ലെങ്കിൽ ആഹാരം എന്തിനാണ് കഴിക്കുന്നത്? ആഹാരം കഴിക്കുന്നതിൻ്റെ ആവശ്യം എന്താണ്? നമുക്ക് പ്രവൃത്തി ചെയ്യുന്നതിന് ആവശ്യമായ ഊർജം ലഭിക്കാൻ എന്ത് വേണം? ആഹാരം കഴിക്കണം. അതുപോലെ തന്നെ ശരീര വളർച്ചയ്ക്ക്, രോഗപ്രതിരോധ ശേഷി നേടാൻ, ശരീരകലകളുടെ തേയ്മാനം പരിഹരിക്കാൻ, ഇവയ്ക്കൊക്കെ എന്ത് വേണം? ആഹാരം നമ്മൾ കഴിക്കണം അല്ലേ. ആഹാരം കഴിക്കുന്നതിൻ്റെ ആവശ്യകതകളാണ് ഏതൊക്കെ? പ്രവൃത്തി ചെയ്യുന്നതിന് ആവശ്യമായ ഊർജം ലഭിക്കാൻ, ശരീര വളർച്ചയ്ക്ക്, രോഗപ്രതിരോധ ശേഷി നേടാൻ, ശരീരകലകളുടെ തേയ്മാനം പരിഹരിക്കാൻ. ശരീരത്തിന് വിവിധ പോഷകഘടകങ്ങൾ ലഭിക്കുന്നത് എന്തിലൂടെയാണ്? ആഹാരത്തിലൂടെയാണ്. അപ്പോൾ ഏതൊക്കെ ആഹാരങ്ങൾ കഴിച്ചാൽ ഏതൊക്കെ പോഷകങ്ങൾ നമുക്ക് ലഭിക്കുമെന്ന് നോക്കാം. അരിയിലൂടെ നമുക്ക് എന്താ കിട്ടുന്നത്? ധാന്യകം അല്ലെങ്കിൽ അന്നജമാണ് കിട്ടുന്നത് അല്ലേ. അരിയിലൂടെ നമുക്ക് എന്ത് പോഷകഘടകങ്ങളാണ് കിട്ടുന്നത്? ധാന്യകം അല്ലെങ്കിൽ അന്നജം. ഓർത്തിരിക്കണം കേട്ടോ. മത്സ്യത്തിലൂടെ എന്ത് കിട്ടും? പ്രോട്ടീൻ കിട്ടും. മത്സ്യം പ്രോട്ടീൻ. എണ്ണ കൊഴുപ്പ്. എണ്ണ ഏതാണ്? കൊഴുപ്പ്. പഴങ്ങളും പച്ചക്കറികളാണെങ്കിലോ ധാതു ലവണങ്ങളും വൈറ്റമിൻസും കിട്ടും. പഴങ്ങൾ പച്ചക്കറികളാണെങ്കിൽ ധാതു ലവണങ്ങൾ, പിന്നെയോ വിറ്റാമിനുകൾ.
അപ്പോൾ നമുക്കിനി ഓരോന്നിനെയും ഒന്ന് പഠിക്കാം. എന്താണ് ധാന്യകം അഥവാ കാർബോഹൈഡ്രേറ്റ്? അപ്പോൾ ധാന്യകം അഥവാ കാർബോഹൈഡ്രേറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുക എന്നതാണ് ധാന്യകങ്ങളുടെ മുഖ്യ ധർമ്മം. അപ്പോൾ ധാന്യകങ്ങളുടെ മുഖ്യ ധർമ്മം എന്താണ്? ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം അഥവാ എനർജി കൊടുക്കുക എന്നുള്ളതാണ്. ധാന്യകം നിർമ്മിച്ചിരിക്കുന്ന പ്രധാന മൂലകങ്ങളാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ധാന്യകം നിർമ്മിച്ചിരിക്കുന്ന പ്രധാന മൂലകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ധാന്യകങ്ങളുടെ വിവിധ രൂപങ്ങളാണ് അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്. ധാന്യകങ്ങളുടെ വിവിധ രൂപങ്ങളാണ് ഏതൊക്കെ? അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്. അന്നജ രൂപത്തിൽ ധാന്യകം ധാരാളമായി അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയായിരിക്കാം? ധാന്യങ്ങളും അതുപോലെ തന്നെ കിഴങ്ങുവർഗ്ഗങ്ങളും. അന്നജ രൂപത്തിൽ ധാന്യകം ധാരാളമായി അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുവാണ് ഏത്? ധാന്യങ്ങൾ. പയറ്, കടല, പരിപ്പ് അതൊക്കെയാണ് ധാന്യങ്ങളും കിഴങ്ങുവർഗ്ഗങ്ങളും. ഇനി അന്നജമുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നത്, അതായത് അന്നജമുണ്ടോ എന്ന് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണ്? അയഡിൻ ടെസ്റ്റ്. ഭക്ഷ്യവസ്തുക്കളിൽ അന്നജമുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ഏത്? അയഡിൻ ടെസ്റ്റ്. അടുത്തതാണ് മാംസ്യം അഥവാ പ്രോട്ടീൻ. അപ്പോൾ എന്തിനായിരിക്കും മാംസ്യം അഥവാ പ്രോട്ടീൻ? നമ്മൾ എന്താണ് മാംസ്യം അഥവാ പ്രോട്ടീൻ കഴിക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്നത്? അതായത് ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകമാണ് ഏത്? മാംസ്യം അഥവാ പ്രോട്ടീൻ. എന്താണ്? ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും. എനർജി കിട്ടുന്നത്, ഊർജം തരുന്നത് ആരാണ്? കാർബോഹൈഡ്രേറ്റ് ആണ്. വളരാൻ സഹായിക്കുന്നത് ആരാണ്? മാംസ്യമാണ്. ഓക്കെ. ഇനി മാംസ്യത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ഏതൊക്കെയായിരിക്കാം? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ. കാർബോഹൈഡ്രേറ്റിൽ ഉണ്ടായിരുന്ന 3 മൂലകങ്ങൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. അവരുടെ കൂടെ 2 പേരും കൂടി ഉണ്ട്, നൈട്രജനും സൾഫറും. അങ്ങനെ 5 മൂലകങ്ങളുണ്ട് മാംസ്യത്തിൽ. നമ്മുടെ ശരീരത്തിലെ മുടി, ദഹനരസങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് ആവശ്യമായ പോഷക ഘടകമാണ് ഏത്? മാംസ്യം. ശരീരത്തിലെ കോശങ്ങൾ, മുടി, ദഹനരസങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് ആവശ്യമായ പോഷക ഘടകമാണ് മാംസ്യം. ധാന്യകങ്ങളുടെ അഭാവത്തിൽ ഊർജോൽപാദനത്തിന് പ്രോട്ടീൻ പ്രയോജനപ്പെടുത്തുന്നു. എന്തിൻ്റെ അഭാവത്തിൽ? ധാന്യകങ്ങളുടെ അഭാവത്തിൽ ഊർജോൽപാദനത്തിന് പ്രോട്ടീൻ പ്രയോജനപ്പെടുത്തുന്നു. ഒരാളുടെ ശരീരഭാരത്തിനനുസരിച്ച് 1 കിലോഗ്രാമിന് 1 ഗ്രാം എന്ന തോതിൽ പ്രോട്ടീൻ ഓരോ ദിവസവും ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കണം. അപ്പോൾ എന്തോ ഒരു പ്രോട്ടീൻ നമുക്ക് ലഭിക്കണം ഒരു ദിവസം ഒരു ഭക്ഷണത്തിൽ നിന്ന്? ഒരാളുടെ ശരീരഭാരത്തിനനുസരിച്ച് 1 കിലോഗ്രാമിന് 1 ഗ്രാം. എത്ര? 1 കിലോഗ്രാമിന് 1 ഗ്രാം എന്ന തോതിൽ പ്രോട്ടീൻ ഓരോ ദിവസവും ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കണം. പ്രോട്ടീൻ കുറയുന്നതിന് എന്തിന് കാരണമാകുന്നു? വളർച്ച മുരടിക്കുന്നതിന് കാരണമാകുന്നു. പ്രോട്ടീൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ഏത്? ക്വാഷിയോക്കർ. ഇതാണ് ക്വാഷിയോക്കർ. അപ്പോൾ പ്രോട്ടീൻ കുറയുന്നത്, മാംസ്യം കുറയുന്നത് എന്തിന് കാരണമാകുന്നു? വളർച്ച മുരടിക്കുന്നതിന് കാരണമാകുന്നു. പ്രോട്ടീൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് ഏത്? ക്വാഷിയോക്കർ. ക്വാഷിയോക്കർ ബാധിച്ചവർ എങ്ങനെയായിരിക്കും ഇരിക്കുക? അവരുടെ ശരീരം ശോഷിച്ചും വയറ് വീർത്തിരിക്കുന്നതുമായിരിക്കും, അല്ലേ? ക്വാഷിയോക്കർ ബാധിച്ച ഒരാളുടെ ശരീരം എങ്ങനെ ഇരിക്കും? വയറ് മാത്രം വീർത്തിരിക്കും. ആളെങ്ങനെ ഇരിക്കും? ശോഷിച്ച് എല്ല് പോലെ ഇരിക്കും. ഓക്കെ. ഇനി ഈ ഒരു ടേബിളിലേക്ക് നോക്കിക്കേ. വിവിധ ഭക്ഷ്യവസ്തുക്കളിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ്റെ അളവുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 100 ഗ്രാം ഭക്ഷ്യവസ്തു കേട്ടോ. പ്രോട്ടീൻ എത്ര ഉണ്ടാവും? എത്ര ഗ്രാം ആണെന്ന്. അരിയിൽ എന്തോരമുണ്ട്? 6.8, ഗോതമ്പിൽ 11.8, കശുവണ്ടിയിൽ 21.2, മത്തിയിൽ 19.6, താറാവിൽ 21.6, താറാമുട്ടയിൽ 13.5, കോഴിമുട്ടയിൽ 13.3, ആട്ടിറച്ചിയിൽ 21.4, പശുവിൻ പാലിൽ 3.2, പശുവിൻ പാലിൽ 3.2, ചെറുപയറിൽ 24, നിലക്കടലയിൽ 17.1. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ളത് ഏതിലാണ്? ചെറുപയറിലാണ്, അല്ലേ? ചെറുപയറിൽ 24 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. 100 ഗ്രാം ചെറുപയറിൽ 24 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് ഏതാണ്? ചെറുപയർ കഴിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നല്ല പ്രോട്ടീൻ നമുക്ക് കിട്ടും. അടുത്തതാണ് കൊഴുപ്പ് അഥവാ
ഫാറ്റ്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് കുറച്ച് അളവിൽ മാത്രം മതി എന്ത്? കൊഴുപ്പ്. അപ്പോൾ ശരീരത്തിന് കുറഞ്ഞ അളവിൽ ആവശ്യമായ ആഹാര ഘടകങ്ങളിൽ ഒന്നാണ് നമ്മുടെ കൊഴുപ്പ്. ഇനി കൊഴുപ്പ് അടങ്ങിയിരിക്കുന്ന വിവിധ ഭക്ഷ്യപദാർത്ഥങ്ങൾ ഏതൊക്കെയാണ് കൊഴുപ്പ് അടങ്ങിയ ഭക്ഷ്യപദാർത്ഥങ്ങൾ? മാംസം, പാല്, മത്സ്യം, പാലുൽപ്പന്നങ്ങൾ, മുട്ട, വിവിധതരം പരിപ്പുകൾ. ഏതൊക്കെയാണ്? മാംസം, പാല്, മത്സ്യം, പാലുൽപ്പന്നങ്ങൾ, മുട്ട, വിവിധതരം പരിപ്പുകൾ. ഭക്ഷ്യവസ്തുക്കളിൽ നിന്നും വേർതിരിച്ചെടുത്ത കൊഴുപ്പുകളാണ് ഏതൊക്കെ? എണ്ണകളും നെയ്യും. ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് വേർതിരിച്ചെടുത്ത കൊഴുപ്പുകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? എണ്ണകളും നെയ്യും. നമ്മുടെ ഈ കൊഴുപ്പ് നമുക്ക് എന്ത് പ്രദാനം ചെയ്യുന്നുണ്ട്? ഊർജം പ്രദാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഊർജം പ്രദാനം ചെയ്യുന്ന ഒരു ആഹാര ഘടകം കൂടിയാണ് ഏത്? കൊഴുപ്പ്. ഇനി കൊഴുപ്പിനൊരു പ്രത്യേകതയുണ്ട്. ചില വിറ്റാമിനുകൾ കൊഴുപ്പിൽ മാത്രം ലയിക്കുകയുള്ളൂ. അപ്പം ഈ വിറ്റാമിനുകൾ ലഭിക്കണമെങ്കിൽ ഭക്ഷണത്തിൽ എന്ത് വേണം? കൊഴുപ്പ് ഉൾപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്തും ആവശ്യമാണ്? കൊഴുപ്പ് ആവശ്യമാണ്. ഇനി ഭക്ഷ്യവസ്തുക്കൾ കൊഴുപ്പുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും? ഭക്ഷ്യവസ്തു ഒരു പേപ്പറിൽ ഉരച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് ഉണങ്ങിയ ശേഷം എന്താണ്? അവിടെ എണ്ണയുടെ പാടുണ്ടെങ്കിൽ കൊഴുപ്പുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ? ഇനി കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് ഏത്? കൊളസ്ട്രോള്. കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ. ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്നത് കൂടാതെ ശരീരം സ്വയം കൊളസ്ട്രോള് നിർമ്മിക്കുന്നുണ്ട്. ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്നത് കൂടാതെ നമ്മുടെ ശരീരം സ്വയമായിട്ട് എന്ത് നിർമ്മിക്കുന്നുണ്ട്? കൊളസ്ട്രോള് നിർമ്മിക്കുന്നുണ്ട്. രക്തത്തിൽ കൊളസ്ട്രോളിൻ്റെ അളവ് 200 mg അധികമാവാനായിട്ട് പാടില്ല. രക്തത്തിൽ കൊളസ്ട്രോൾ എന്തിൽ കൂടാൻ പാടില്ല? 200 mg/dl കൂടാനായിട്ട് പാടില്ല. ഇനി കൊഴുപ്പടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് ഗുണകരമല്ലാത്തത് എന്തുകൊണ്ടായിരിക്കാം? അപ്പം കൊഴുപ്പടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് ഗുണകരമല്ലാത്തത് എന്തുകൊണ്ടാണ്? കൊളസ്ട്രോൾ അധികമായി അത് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ പറ്റിപ്പിടിച്ച് രക്തത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു. ഇതെന്തിന് കാരണമാകുന്നു? ഹൃദ്രോഗങ്ങൾക്ക് കാരണമാകുന്നു. എന്താണ്? കൊഴുപ്പടങ്ങിയ ഭക്ഷണം നമ്മൾ അധികം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കൊളസ്ട്രോൾ അധികമായി കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ പറ്റിപ്പിടിച്ച് നമ്മുടെ രക്തത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു. അങ്ങനെ തടസ്സപ്പെടുത്തിയാൽ നമുക്ക് എന്ത് രോഗമാണ് വരുന്നത്? ഹൃദ്രോഗം വരും. അപ്പോൾ പെട്ടെന്ന് അറ്റാക്കൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ടല്ലേ കൊഴുപ്പ് കൂടിക്കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധികം കൊഴുപ്പിൻ്റെ ആവശ്യമില്ല. അപ്പോൾ കൊഴുപ്പിൻ്റെ മറ്റൊരു രൂപമാണ് എന്ത്? കൊളസ്ട്രോള്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ജീവകങ്ങൾ അഥവാ വൈറ്റമിൻസ്. നമ്മുടെ ശരിയായ ആരോഗ്യത്തിനും സുഗമമായ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ഒഴിച്ചുകൂടാനാകാത്ത ആഹാര ഘടകങ്ങളാണ് ഏത്? വിറ്റാമിനുകളും ധാതു ലവണങ്ങളും. ശരിയായ ആരോഗ്യത്തിനും സുഗമമായ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ഒഴിച്ചുകൂടാനാവാത്ത ആഹാര ഘടകങ്ങളാണ് ഏതൊക്കെ? വിറ്റാമിനുകളും ധാതു ലവണങ്ങളും. ഈ വിറ്റാമിനുകളും ധാതു ലവണങ്ങളും നമ്മുടെ ശരീരത്തിന് ഒരുപാട് വേണോ? വേണ്ട അല്ലേ? വളരെ കുറച്ച് അളവിൽ മാത്രം മതി നമ്മുടെ വിറ്റാമിനുകളും ധാതു ലവണങ്ങളും. ഇനി ഏതൊക്കെ ആഹാര പദാർത്ഥങ്ങളിലാണ് വിറ്റാമിനുകളും ധാതു ലവണങ്ങളും ഉള്ളത്? പഴങ്ങൾ, പച്ചക്കറികൾ, പാല്, മുട്ട, ഇലക്കറികൾ എന്നിവയിൽ എന്തുണ്ട്? ധാതു ലവണങ്ങളും വിറ്റാമിനുകളും ധാരാളമായിട്ട് കാണപ്പെടുന്നു. അപ്പോൾ ധാതു ലവണങ്ങളും വിറ്റാമിനുകളും ധാരാളമായിട്ട് കാണപ്പെടുന്ന ആഹാര പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? പഴങ്ങൾ, പച്ചക്കറികൾ, പാൽ, മുട്ട, ഇലക്കറികൾ. ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൗൺസിലിൻ്റെ ശുപാർശ പ്രകാരം പ്രായപൂർത്തിയായ ഒരു ഇന്ത്യക്കാരൻ ഒരു ദിവസം ഭക്ഷിക്കേണ്ട പച്ചക്കറിയുടെ അളവ് എത്രയാണ്? ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൗൺസിലിൻ്റെ ശുപാർശ പ്രകാരം പ്രായപൂർത്തിയായ ഒരു ഇന്ത്യക്കാരൻ ഒരു ദിവസം കഴിക്കേണ്ട പച്ചക്കറിയുടെ അളവ് എന്തോരം പച്ചക്കറി കഴിക്കണം നമ്മൾ? 295 ഗ്രാം. 295 ഗ്രാം. 295 ഗ്രാം. എന്നാൽ ഇന്ത്യയിൽ ശരാശരി 135 ഗ്രാം പച്ചക്കറികൾ മാത്രമേ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നമ്മൾ കഴിക്കേണ്ടത് എത്രയാണ്? 295 ഗ്രാമാണ്. പക്ഷെ നമ്മൾ എന്തുമാത്രം പച്ചക്കറികൾ എത്ര ഗ്രാം പച്ചക്കറിയാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ? 135 ഗ്രാം മാത്രമേ പച്ചക്കറികൾ മാത്രമേ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. കേരളത്തിൽ ഒരാൾ ഒരു ദിവസം ശരാശരി കഴിക്കുന്ന പച്ചക്കറി 50 ഗ്രാമാണ്.
കേരളത്തിൽ ഒരാൾ ഒരു ദിവസം ശരാശരി കഴിക്കുന്ന പച്ചക്കറി എത്രയാണ്? 50 ഗ്രാമാണ്. ഇനി നമ്മുടെ ഈ വിറ്റാമിനുകളെ നമുക്ക് എങ്ങനെ തിരിക്കാം? കൊഴുപ്പിൽ ലയിക്കുന്നവയും വെള്ളത്തിൽ ലയിക്കുന്നവയും ആയിട്ട് തിരിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, നമ്മുടെ ശരീരത്തിന് കൊഴുപ്പ് ആവശ്യമാണ്. ചില വിറ്റാമിനുകൾ എന്തിലാണ് ലയിക്കുള്ളൂ എന്ന് പറഞ്ഞു? കൊഴുപ്പിൽ ലയിക്കുന്നവ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ വിറ്റാമിനുകളെ രണ്ടായിട്ട് തിരിക്കാം: കൊഴുപ്പിൽ ലയിക്കുന്നവയും വെള്ളത്തിൽ ലയിക്കുന്നവയും. അപ്പോൾ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണ്? വിറ്റാമിൻ എ, ഡി, ഇ, കെ. ഏതാണ്? വിറ്റാമിൻ എ, ഡി, ഇ, കെ. ഓർത്തിരിക്കണം, വിറ്റാമിൻ എ, ഡി, ഇ, കെ ആണ് കൊഴുപ്പിൽ ലയിക്കുന്നത്. ഇനി വെള്ളത്തിൽ ലയിക്കുന്നത് ഏതാണ്? വൈറ്റമിൻ ബി ആൻഡ് സി. വെള്ളത്തിൽ ലയിക്കുന്നത് ഏതാണ്? ജലത്തിൽ ലയിക്കുന്നത് വൈറ്റമിൻ ബി ആൻഡ് സി. ഇനി കൊഴുപ്പിൽ ലയിക്കുന്നവയെ ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാം. ആദ്യത്തെ ഏതായിരുന്നു? വൈറ്റമിൻ എ ആണ്. വൈറ്റമിൻ എ എന്തിനാണ്? നമ്മൾ നേരത്തെ പഠിച്ചു. വൈറ്റമിൻ എ എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു? വൈറ്റമിൻ എ കുട്ടികൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു അല്ലേ? കണ്ണിൻ്റെ ആരോഗ്യത്തിന് വൈറ്റമിൻ എ ആവശ്യമാണ്. അപ്പം ത്വക്ക്, മുടി, കണ്ണ് എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനാണ് വൈറ്റമിൻ എ. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ എ. ഇനി വിറ്റാമിൻ എ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ ഏതൊക്കെയായിരിക്കാം? ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില. വൈറ്റമിൻ എ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നത് എന്തിലൊക്കെയാണ്? ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില. ഇനി അടുത്തതാണ് വൈറ്റമിൻ ഡി. നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ആര് വേണം? വൈറ്റമിൻ ഡി വേണം അല്ലേ? നമ്മുടെ എല്ലിനും പല്ലിനൊക്കെ ആരാ വേണ്ടത്? വൈറ്റമിൻ ഡി വേണം. കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിന് ആവശ്യമായ വിറ്റാമിനാണ് ഏത്? വിറ്റാമിൻ ഡി. കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഡി ആണ്. എവിടെ നിന്ന് കിട്ടും നമുക്ക് വിറ്റാമിൻ ഡി? മെയിനായിട്ട് കിട്ടുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നാണ്. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഡി ആണ്. പാലുൽപ്പന്നങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിനും വിറ്റാമിൻ ഡി ആണ്. ഇനി അടുത്തതാണ് വിറ്റാമിൻ ഇ. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ ഇ. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഇ ആണ്. വിറ്റാമിൻ എവിടെ നിന്ന് കിട്ടും? സസ്യ എണ്ണകളിൽ നിന്ന് ലഭിക്കും. വിറ്റാമിൻ എവിടെ നിന്ന് കിട്ടും? സസ്യ എണ്ണകളിൽ നിന്ന്. ഇനി ലാസ്റ്റ് വിറ്റാമിനാണ് വിറ്റാമിൻ കെ. വിറ്റാമിൻ കെ എന്താണ്? നമ്മുടെ രക്തം കട്ടപിടിക്കാനായിട്ട് സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ. ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണ്? ക്യാബേജ്, ചീര, കോളിഫ്ലവർ. വിറ്റാമിൻ കെ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന ഏതിലാണ്? ആഹാരപദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? ക്യാബേജ്, ചീര, കോളിഫ്ലവർ. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? വിറ്റാമിൻ കെ ആണ്. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് ഏതാണ്? ജലത്തിൽ ലയിക്കുന്നവ. ആരാണ്? 2 പേരാണുള്ളത്, ബിയും സിയും. ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തുന്നതിന് സഹായകമായ വിറ്റാമിനാണ് വിറ്റാമിൻ ബി. ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തുന്നതിന് സഹായകമായ വിറ്റാമിനാണ് ഏത്? വിറ്റാമിൻ ബി. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിനും ആവശ്യമായ വിറ്റാമിൻ ആര് തന്നെയാണ്? വിറ്റാമിൻ ബി തന്നെയാണ്. അതുപോലെ തന്നെ ത്വക്കിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനാണ്. ധാന്യങ്ങളുടെ തവിട്, മുട്ട, പാൽ, ചേമ്പില എന്നിവയിൽ ധാരാളമായി വിറ്റാമിൻ ബി അടങ്ങിയിരിക്കുന്നു. ധാന്യങ്ങളുടെ തവിട്, മുട്ട, പാൽ, ചേമ്പില എന്നിവയിൽ ധാരാളമായിട്ട് വൈറ്റമിൻ ബി അടങ്ങിയിരിക്കുന്നു. ഇനി അടുത്ത ജലത്തിൽ ലയിക്കുന്നത് ഏതാണ്? വിറ്റാമിൻ സി ആണ്. നമ്മുടെ ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ സി. ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ സി ആണ്. ഏതിലൊക്കെ ആയിരിക്കും വിറ്റാമിൻ സി കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത്? പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ. ഏതൊക്കെയാണ്? പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ. ഓക്കെ,
അങ്ങനെയെങ്കിൽ നമ്മൾ പച്ചക്കറി വേവിക്കുമ്പോൾ അടച്ച് വെച്ച് വേവിക്കുന്നതാണ് നല്ലത് എന്ന് പറയാൻ എന്തായിരിക്കും കാരണം? ഈ പഴങ്ങളും പച്ചക്കറികളൊക്കെ വേവിക്കുമ്പോൾ അവയിലെ വൈറ്റമിൻ സി നീരാവിയിൽ ലയിക്കുകയും ഇത് നീരാവിയോടൊപ്പം എന്ത് ചെയ്യും, പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ വൈറ്റമിൻ സി നമുക്ക് നഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് പച്ചക്കറികൾ എങ്ങനെ വേവിക്കണമെന്ന് പറയുന്നത്? മൂടി വെച്ച് വേവിക്കണമെന്ന് പറയുന്നത്. പച്ചക്കറികൾ എന്തുകൊണ്ടാണ് നമ്മൾ മൂടി വെച്ച് വേവിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നത്? പഴങ്ങളിലും പച്ചക്കറികളിലൊക്കെ വേവിക്കുമ്പോൾ അവയിലുണ്ടാകുന്ന വൈറ്റമിൻ സി നീരാവിയോടൊപ്പം പുറത്തു പോകും. അങ്ങനെ പുറത്തു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പച്ചക്കറികളൊക്കെ വേവിക്കുമ്പോൾ എന്ത് ചെയ്യണത്? അടച്ച് വെച്ച് വേവിക്കണമെന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ പച്ചക്കറിയിൽ വേവിക്കുന്നതിലൂടെ നഷ്ടമാകുന്ന വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? വൈറ്റമിൻ സി ആണ്. പച്ചക്കറികൾ വേവിക്കുന്നതിലൂടെ നഷ്ടമാകുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ സി ആണ്. അങ്ങനെയെങ്കിൽ നമ്മൾ കുഞ്ഞ് ജനിച്ച് കഴിയുമ്പോൾ അതിന് എന്ത് ചെയ്യും? നമ്മൾ ആ കുഞ്ഞിനെ ചെറുതായിട്ടൊന്ന് സൂര്യപ്രകാശം കൊള്ളിക്കൂലേ? ചെറുതായിട്ട്, നല്ല വെയിലല്ല, ഇളം വെയിൽ കൊള്ളിക്കും. എന്തിനായിരിക്കും അങ്ങനെ ഇളം വെയിൽ കൊള്ളിക്കുന്നത്? വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവരെ ഇളം വെയിൽ കൊള്ളിക്കുന്നത്. ഇനി അടുത്തതാണ് മിനറൽസ് അഥവാ ധാതുലവണങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, വൈറ്റമിൻസും മിനറൽസും നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷക ഘടകമാണ്. വളരെ കുറച്ച് അളവിൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ധാതുലവണങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ധാതുലവണം ഏതായിരിക്കും? ഇരുമ്പാണല്ലേ. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ധാതുലവണം ഏതാണ്? ഇരുമ്പാണ്, അയൺ. ഇരുമ്പ് ധാരാളമായി അടങ്ങിയിരിക്കുന്നത് ഏത് ആഹാരപദാർത്ഥങ്ങളിലാണ്? ഇലക്കറികൾ, മത്തൻ കുരു, മുതിര, ശർക്കര, കരൾ. ഇരുമ്പ് ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നത് എന്തിലൊക്കെയാണ്? ഇലക്കറികൾ, മത്തൻ കുരു, മുതിര, ശർക്കര, കരൾ. ഇനി എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ ധാതുലവണങ്ങൾ ഏതൊക്കെയാണ്? കാൽസ്യം, ഫോസ്ഫറസ്. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും നിർമ്മാണത്തിനും ആവശ്യമായ ധാതുലവണങ്ങൾ ഏതാണ്? കാൽസ്യം, ഫോസ്ഫറസ്. കാൽസ്യം, ഫോസ്ഫറസ് എന്നിവ ധാരാളമായി അടങ്ങിയിരിക്കുന്നവ ഏതിലായിരിക്കാം? ഏത്തപ്പഴം, ചേന, ഇലക്കറികൾ, പാലുൽപ്പന്നങ്ങൾ, മരിച്ചീനി. കാൽസ്യം, ഫോസ്ഫറസ് ഒക്കെ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് എന്തിലാണ്? ഏത്തപ്പഴം, ചേന, ഇലക്കറികൾ, പാലുൽപ്പന്നങ്ങൾ, മരിച്ചീനി. ഏത്തപ്പഴം നമ്മുടെ പ്രകൃതിയുടെ ടോണിക് എന്നറിയപ്പെടുന്നതാണ് അല്ലേ. പ്രകൃതിയുടെ ടോണിക് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഏത്തപ്പഴമാണ്. ഇനി നമ്മുടെ ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് ആവശ്യമായ ധാതുലവണമാണ് സോഡിയം. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് ആവശ്യമായ ധാതുലവണം ഏതാണ്? സോഡിയമാണ്. കറിയുപ്പിൽ അടങ്ങിയിരിക്കുന്ന ധാതുലവണം സോഡിയമാണ്. കറിയുപ്പിൽ അടങ്ങിയിരിക്കുന്ന ധാതുലവണം ഏതാണ്? സോഡിയം. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും ആവശ്യമായ ധാതുലവണമാണ് അയഡിൻ. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും ആവശ്യമായ ധാതുലവണം ഏതാണ്? അയഡിനാണ്. അയഡിൻ അടങ്ങിയിരിക്കുന്നത് എന്തിലൊക്കെയാണ്? കടൽ വിഭവങ്ങൾ, അയഡിൻ ചേർത്ത ഉപ്പ്, കടൽ മത്സ്യങ്ങളുടെ തല. ഏതൊക്കെയാണ് അയഡിൻ അടങ്ങിയിരിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ? കടൽ വിഭവങ്ങൾ, അയഡിൻ ചേർത്ത ഉപ്പ്, കടൽ മത്സ്യങ്ങളുടെ തല. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും പോഷക അപര്യാപ്തത രോഗങ്ങൾ അഥവാ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഡിസീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പോഷക അപര്യാപ്തത രോഗങ്ങൾ അഥവാ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പോഷക ഘടകങ്ങളുടെ അപര്യാപ്തത ശരീര വളർച്ച മുരടിക്കുന്നതിനും പലതരം രോഗങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. ഇത്തരം രോഗങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? പോഷക അപര്യാപ്തത രോഗങ്ങളെന്ന് അറിയപ്പെടുന്നു. എന്താണ്? പോഷക ഘടകങ്ങളുടെ അപര്യാപ്തത ശരീര വളർച്ച മുരടിക്കുന്നതിനും പലതരം രോഗങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. ഇത്തരം രോഗങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? പോഷക അപര്യാപ്തത രോഗങ്ങൾ അഥവാ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് അറിയപ്പെടുന്നു. ഇനി ഈ ഒരു ടേബിളിലേക്ക് നോക്കിക്കേ. ജീവകങ്ങളുടെയും ധാതുലവണങ്ങളുടെയും അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ്. ജീവകങ്ങളുടെയും ധാതുലവണങ്ങളുടെയും അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗങ്ങൾ. ഒന്നാമത്തെയാണ് പോഷക ഘടകം. പിന്നെ എന്താണ്? അപര്യാപ്തത രോഗം ലക്ഷണം. ആദ്യത്തെ വൈറ്റമിൻ എ.
എന്ത് രോഗത്തിന് കാരണമാകുന്നു? നിശാന്തതയ്ക്ക് എന്തിൻ്റെ അഭാവം മൂലമാണ് നിശാന്തത ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈറ്റമിൻ എ. മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയുന്നില്ല. അടുത്ത വൈറ്റമിൻ ബി, വായ്പുണ്ണ്, വായിൽ വ്രണങ്ങൾ ഉണ്ടാകുന്നതാണ്. വൈറ്റമിൻ ബി വായ്പുണ്ണ്, വായിൽ എന്താണ് വ്രണങ്ങൾ ഉണ്ടാകുന്നു. അടുത്ത വൈറ്റമിൻ സി, സ്കർവി. വൈറ്റമിൻ സി സ്കർവി, മോണയിൽ പഴുപ്പും രക്തസ്രാവവും. വൈറ്റമിൻ സി സ്കർവി, മോണയിൽ പഴുപ്പും രക്തസ്രാവവും. അടുത്ത വൈറ്റമിൻ ഡി, കണ, അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു. വൈറ്റമിൻ ഡി, കണ, അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു. അടുത്താണ് ഇരുമ്പ്, അനീമിയ, രക്തക്കുറവ്, വിളർച്ച. ഇരുമ്പ്, അനീമിയ, രക്തക്കുറവ്, വിളർച്ച. അടുത്തതാണ് അയഡിൻ, ഗോയിറ്റർ, തൊണ്ടയിൽ മുഴ. അയഡിൻ, ഗോയിറ്റർ, തൊണ്ടയിൽ മുഴ. അടുത്തതാണ് പോഷകേതര ഘടകങ്ങൾ. പോഷകേതര ഘടകങ്ങളിൽ ആദ്യത്തെ ജലമാണ്. ജലം, ശരീരത്തിൽ 2 ഭാഗവും എന്താണ്? ജലമാണ് അല്ലേ? ശരീരത്തിൽ 2 ഭാഗവും എന്താണ്? ജലമാണ്. നമ്മുടെ തലച്ചോറിൽ എന്തുമാത്രമാണ് ജലത്തിൻ്റെ അളവ്? 85% ജലമാണ്. തലച്ചോറിൽ 85% ജലമാണ്. അതുപോലെ രക്തത്തിലാണ് ഏറ്റവും കൂടുതൽ ജലമുള്ളത്, 90%. രക്തത്തിൽ 90% ജലത്തിൻ്റെ അളവുണ്ട്. എല്ലുകളിൽ 25%, തലച്ചോറിൽ 85, രക്തത്തിൽ 90%, എല്ലുകളിൽ 25%. ഇനി ദഹനം ഉൾപ്പെടെയുള്ള ശാരീരിക പ്രവർത്തനങ്ങളുടെ മാധ്യമമായി പ്രവർത്തിക്കുന്നത് ആരാണ്? ജലമാണ്. ദഹനം ഉൾപ്പെടെയുള്ള ശാരീരിക പ്രവർത്തനങ്ങളുടെ മാധ്യമമായി പ്രവർത്തിക്കുന്നത് ആരാണ്? ജലമാണ്. മൂത്രം, വിയർപ്പ് എന്നിവയിലൂടെ ശരീരത്തിൽ നിന്ന് പ്രതിദിനം നഷ്ടപ്പെടുന്ന ജലത്തിൻ്റെ അളവ് എത്രയായിരിക്കും? 2.5 ലിറ്റർ. മൂത്രം, വിയർപ്പ് എന്നിവയുടെ ശരീരത്തിൽ നിന്നും പ്രതിദിനം നഷ്ടമാകുന്ന ജലത്തിൻ്റെ അളവ് എത്രയാണ്? 2.5 ലിറ്റർ. ഇനി അടുത്തതാണ് നാരുകൾ. നാരുകൾ എന്താണ്? സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു തരം ധാന്യകമാണ് ഏത്? നാരുകൾ അഥവാ ഫൈബേഴ്സ്. സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ നമ്മുടെ ശരീരത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ദഹിപ്പിക്കാനായിട്ട് പറ്റില്ല. അത്തരത്തിലുള്ളതാണ് എന്ത്? അത്തരത്തിലുള്ള ഒരു ധാന്യകമാണ് ഏത്? നാരുകൾ അഥവാ ഫൈബേഴ്സ് എന്ന് പറയുന്നത്. ഇനി നാരുകൾ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നാരുകൾ പ്രധാനമായും സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി ഈ നാരുകൾ നമ്മുടെ ശരീരത്തിന് പോഷകഘടകങ്ങൾ തരുന്നുണ്ടോ? ഇല്ല അല്ലേ? അപ്പം ശരീരത്തിന് പോഷകഘടകങ്ങൾ നൽകുന്നില്ല. പക്ഷേ നാരുകൾ വൻകുടലിലെ വിസർജ്യ വസ്തുക്കളുടെ സഞ്ചാരത്തെ സുഗമമാക്കുന്നു. നാരുകൾ എന്താ ചെയ്യുന്നത്? വൻകുടലിലെ വിസർജ്യ വസ്തുക്കളുടെ സഞ്ചാരത്തെ സുഗമമാക്കുന്നു. ഇനി നാരുകൾ അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യപദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? ഇലക്കറികൾ, പച്ചക്കറികൾ, തവിടടങ്ങിയ ധാന്യങ്ങൾ, വാഴയുടെ തണ്ട്, വാഴക്കൂമ്പ്. നാരുകളടങ്ങിയ ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്? ഇലക്കറികൾ, പച്ചക്കറികൾ, തവിടടങ്ങിയ ധാന്യങ്ങൾ, വാഴയുടെ തണ്ട്, വാഴക്കൂമ്പ്, കൊടപ്പൻ എന്നൊക്കെ പറയും. ഓക്കെ. ഇനി എന്താണ് സമീകൃത ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന് വേണ്ട എല്ലാ പോഷക ഘടകങ്ങളും ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സമീകൃത ആഹാരമെന്ന് വിളിക്കാം. ശരീരത്തിന് വേണ്ട എല്ലാ പോഷക ഘടകങ്ങളും ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സമീകൃത ആഹാരം അഥവാ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് വിളിക്കാം. അങ്ങനെയെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. താഴെ കൊടുത്തിരിക്കുന്ന പോഷക ഘടകങ്ങളെ കൂടുതൽ അളവിൽ വേണ്ടതിൽ നിന്ന് കുറഞ്ഞ അളവിൽ വേണ്ടത് എന്ന ക്രമത്തിൽ എഴുതുക. പ്രോട്ടീൻ, ധാതുലവണങ്ങൾ, കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ്. അപ്പോൾ കൂട്ടുകാർ ഇതൊന്ന് കമൻറ്റ് ബോക്സിൽ ആൻസർ എഴുതണം കേട്ടോ. ഇതാണ് പ്രോട്ടീൻ, ധാതുലവണങ്ങൾ, കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ്. ഇതിൽ നമുക്ക് എങ്ങനെയാണ് കൂടുതൽ അളവിൽ വേണ്ടതെന്ന ക്രമീകരണത്തിൽ എഴുതാനായിട്ട്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.